നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി പിണറായിയുടെ ബോർഡ് സ്ഥാപിച്ചു. പഴയ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ തന്നെയാണ് പുതിയ പ്രതിപക്ഷ നേതാവിന്റെയും മുറി. അർജുനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, എന്തായാലും പുതിയ ചുമതലകളിലേക്കൊക്കെ പോവുകയാണ് പിണറായി വിജയൻ. ഇന്നിപ്പോൾ അല്പസമയത്തിന് മുൻപാണ് MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ പിണറായി വിജയന് മുറി അനുവദിച്ചത് ഏത് രീതിയിലാണ്? വിവരങ്ങൾ. അതായത് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന്റെ ഓഫീസായിരുന്ന മുറിയാണ് ഇത്തവണ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ മുറി. അതായത് മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ഓഫീസ് മുറികൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മാറുന്നു. കഴിഞ്ഞ തവണ പിണറായി വിജയൻ ഇരുന്നിടത്ത് ഇന്ന് VD സതീശനിരിക്കും. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി പിണറായിയുടെ ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. പഴയ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ തന്നെയാണ് പുതിയ പ്രതിപക്ഷ നേതാവിന്റെ മുറി സ്ഥാപിച്ചിരിക്കുന്നത്. അർജുൻ, തുടരാം. സ്വാതി, കഴിഞ്ഞ തവണ VD സതീശൻ താമസിച്ചിരുന്ന മുറിയാണ് ഇത്തവണ ഓഫീസ് മുറിയായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഓഫീസ് മുറിയായി അനുവദിച്ചിട്ടുള്ളത്. അതായത് ഒന്നാം നിലയിലെ മുറിയിലേക്കാണ് പിണറായിയുടെ ഓഫീസിന്റെ പ്രവർത്തനം ഇനി മാറുക. അതിന്റെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള ബോർഡ് സ്ഥാപിച്ചു. അതിന് താഴെ പിണറായി വിജയൻ എന്ന എഴുതിയ ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് മുകളിൽ കഴിഞ്ഞ തവണ VD സതീശൻ ഉപയോഗിച്ചിരുന്ന ബോർഡും ഇപ്പോൾ ഉണ്ട്. അത് പിന്നീട് മാറ്റുമായിരിക്കും. ഒന്നാം നിലയിലാണ് പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള മുറി പ്രവർത്തിക്കുക. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന ഓഫീസിൽ VD സതീശനും മാറി. ശരി അർജുൻ, എന്തായാലും നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി പിണറായിയുടെ ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. പഴയ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ തന്നെയാണ് പുതിയ പ്രതിപക്ഷ നേതാവിന്റെയും മുറി. VD സതീശന്റെയും പിണറായി വിജയന്റെയും മുറികൾ ഇപ്പോൾ ഈ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു എന്നുള്ള കൗതുകകരമായ കാഴ്ച കൂടിയാണ് അത്. അർജുനാണ് വിവരങ്ങൾ നൽകിയത്.